ரேணுகையோட கழுத்துல போடுறதுக்கு. நாங்க கல்யாணம் பண்ண போறேன். கல்யாணம் இதுவரை കഴിഞ്ഞില്ലേ? അതെപ്പടി? അമ്മ വരാമ കല്യാണം നടക്കുമാ? அம்மா வந்தா உடனே எங்க கல்யாணம். கல்யாணத்துக்கு சோறு, பாயസം, அல்வா எல்லாம் இருக்கு. ഈ മാല എവിടുന്നാ? മീനാക്ഷി കെട്ടി കൊടുത്തത്. അനന്ത് 2-3 ദിവസത്തേക്കിനി രേണുകയുടെ അടുത്തേക്കൊന്നും പോവരുത്, കേട്ടല്ലോ? ഞാൻ പോവും. மதர் பாத்தீங்களா இந்த அருந்ததியக்கா சொல்றது? நான் ரேணுவா கல்யாணம் பண்ணிக்க கூடாதான், நான் கல்யாணம் பண்ணுவேன். അതെ അനന്തു, രേണയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയല്ലേ? ரேணுவைக்கு பைத்தியம் ஆனாலும் பரவாயில்ல, நான் கல்யாணம் பண்ணிக்க போறேன். അനന്തു തന്നെ കല്യാണം കഴിച്ചോ, പക്ഷേ അസുഖം മാറുന്നവരെ അങ്ങോട്ടൊന്നും പോവരുത്, കേട്ടല്ലോ? അപ്പൊ പിന്നെ രേണുക കാണാവേ മുടിയാതാ? ദൂരെ നിന്ന് കാണാലോ. ദൂരെ നിന്നാ? ആ, അഡ്ജസ്റ്റ് പണിക്കലാ. ആ പരവായില്ല, അപ്പടിയാണാലും പോതും. മതിയല്ലോ. ഷുവറാണല്ലോ? ഷുവർ. മതിയമ്മേ, അതിന് നീ ഒന്നും കഴിച്ചില്ലല്ലോ. കൊണ്ടുവന്നതെല്ലാം അങ്ങനെ ഇരിക്കല്ലേ? മതി. വീട്ടിലേക്ക് വരുന്നതിനെ പറ്റി നീ ഇതുവരെ ഒരു തീരുമാനം എടുത്തില്ലല്ലോ. നിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ എനിക്കാവുന്നുണ്ട്. നിനക്ക് വീട്ടിലേക്ക് വരാൻ കഴിയുമെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നാൽ ശരിയാവില്ല. വീണ്ടും എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക അമ്മ. എല്ലാം വിറ്റുപെറുക്കി നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുക ഞാൻ. വേണ്ടമ്മേ, എനിക്ക് വേണ്ടി അമ്മ എന്ത് ത്യാഗവും ചെയ്യുന്ന എനിക്കറിയാം. ശ്യാമിന്റെ വിവാഹം നിശ്ചയിച്ചു. ഞാൻ അറിഞ്ഞു. എന്റെ മനസ്സിൽ നിന്നും എന്നെ അയാൾ പോയി കഴിഞ്ഞു. ഇനി ഞാനും എന്റെ കുഞ്ഞും മാത്രം മതിയമ്മേ. മോളെ,
നാശം. ക്യാഷ് എണ്ണി വാങ്ങിക്കാൻ മാത്രം കൃത്യമായിട്ട് എത്തിക്കോളും. കംപ്ലൈന്റ് കൊടുത്താലോ ഒന്ന് തിരിഞ്ഞു നോക്കലും ഇല്ല. ഓ എത്തിയോ? സിറ്റി കേബിളിൽ നിന്നായിരിക്കും അല്ലേ? അതെ അതെ. എന്താണോ ഇത്? വിളിച്ചു പറഞ്ഞിട്ട് മണിക്കൂർ എത്രയായി? ക്യാഷ് അടയ്ക്കാൻ ഒരു ദിവസം എങ്ങാനും ഒന്ന് താമസിച്ചാ മുഖം മാറുന്ന കാണാലോ. ഇതിനൊരു കുഴപ്പമില്ലല്ലേ? എന്താ മാഡം കംപ്ലൈന്റ്? വന്നേ. ഇത് തന്നെ കുഴപ്പം. ചാട്ടം തുള്ളലും മാത്രമേ ഉള്ളൂ. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇക്കണക്കിനാണെങ്കിൽ ഞാനൊരു DTH എടുത്തോളാം. ഒരു ഡിഷിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഡിപ്പോസിറ്റിങ് തിരികെ തന്നേക്ക്. എന്താ മാഡം ഇത്? കോപ്പറേറ്റ് ചെയ്യുന്നേ, നമുക്ക് നോക്കാം. എന്തോന്ന് നോക്കാന്ന്? റിപ്പയർ ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങേണ്ട താമസമേ ഉള്ളൂ. പിന്നെ പഴയ പടി തന്നെ ആവും. ഇത് ഞാൻ വിചാരിച്ച പോലെ തന്നെ കേബിളിനും ടിവിക്ക് മാത്രമല്ല, മൊത്തത്തിൽ കംപ്ലൈന്റ്. എന്താ പറഞ്ഞേ? മാഡത്തിന്റെ ഹസ്ബൻഡ് ഇവിടെ അല്ലേ? താനത്തിനാ അതൊക്കെ അറിയുന്നേ? ഒരു ലോഹ്യം, അത്രേ ഉള്ളൂ. അത്ര വലിയ ലോഹ്യൊന്നും വേണ്ട. വന്ന കാര്യം നോക്കിട്ട് വേഗം പോവാൻ നോക്ക്. ഈ വീട് സ്വന്തമാണോ അതോ വാടകയ്ക്കാണോ? ചേടാ ഇത് കൊള്ളാലോ. തനിക്കിനി വേറെന്തൊക്കെ അറിയണം? ധനപാല സാർ ഇവിടെ വരാറുണ്ടോ എന്നറിയാം. എന്താ അയാളുമായിട്ടുള്ള ബന്ധമൊന്നും അറിയണം. മിസ്റ്റർ, നിങ്ങൾ ആരാ? കേബിൾ ശരിയാക്കാൻ വന്ന ആളല്ലേ? ശരിയാക്കാൻ വന്ന ആള് തന്നെയാ. പക്ഷെ അത് കേബിൾ അല്ല എന്ന് മാത്രം. മേഡം ഒന്ന് ഇങ്ങോട്ട് മാറി നിന്നാട്ടെ, ചോദിക്കട്ടെ. നിങ്ങളുടെ ഉദ്ദേശം എന്താ? ആ കുട്ടിയെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാട്ടെ. അതറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. കുട്ടിയോ? ഏത് കുട്ടി? എനിക്കൊന്നും അറിയില്ല. ധനപാലനെ നിനക്കറിയില്ലേ? ചോദിച്ച കേട്ടില്ലടി? അറിയാം. എങ്ങനെ? ഇവിടെ വരാറുണ്ട്. എന്തിന്? അയാളതിന്റെ ആരാ? എന്താ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? അതൊരു ഡിസ്റ്റന്റ് റിലേഷനാ. ഓ, ഇപ്പൊ അത് ക്ലോസ് ആയല്ലേ? ധനപാലനെ നിനക്കറിയാമെങ്കിൽ കുട്ടി എവിടെ ഉണ്ടെന്ന് നിനക്കറിയാം. കാരണം കുട്ടി ഒളിപ്പിച്ചിരിക്കുന്നത് ധനപാലനാ. എനിക്കൊന്നും അറിയില്ല സാറേ, സത്യമായിട്ടും ഒന്നും അറിയില്ല. ധനപാലേട്ട ഇവിടെ വരാറുണ്ടെന്നല്ലാതെ ഈ വക കാര്യങ്ങളൊന്നും എന്നോട് പറയാറില്ല. സാർ എന്നെ വിശ്വസിക്കണം. ഇത് നിന്റെ വീടാണോ? അതെ. ഇവിടെ വേറെ ആരുമില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ. പപ്പയും മമ്മിയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഒരു ബ്രദർ ഉള്ളത് അങ്ങ് ബോംബെയിലാ. അവിടെ എന്താ പരിപാടി? ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലാ. അപ്പൊ കുട്ടി എവിടെ ഉണ്ടെന്ന് നിനക്കറിയില്ല അല്ലേ? സത്യമോ സാറേ ഞാൻ പറഞ്ഞത്? ആരോരും ഇല്ലാത്തുള്ളായതുകൊണ്ടാ ധനപാലേട്ടനുമായി ഞാൻ. മതി മതി, ഞാൻ വന്നു എന്നൊന്ന് പറഞ്ഞേര് നിന്റെ ധനപാലനോട്. May I come in, sir? Yes, come in. Good morning, sir. Morning. ഇരിക്കൂ. Thank you, sir. Very hearty congratulations. ഇന്നു മുതൽ ശാലിനി എന്റെ സ്റ്റാഫ് ആവുകയാണ്. ഒടുവിൽ ഗിരിയെ കൊണ്ട് സമ്മതിപ്പിച്ചു അല്ലേ? ഗിരിക്ക് സമ്മതിക്കാതെ പറ്റില്ലല്ലോ അല്ലേ? അഭിമാനവും വിചാരിച്ച് വീട്ടിലിരുന്നാൽ പട്ടിണിയായി പോകും. ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ അല്പസ്വല്പം അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറായേ പറ്റൂ.
എന്താ ശാലിനി ഒന്നും മിണ്ടാത്തത്? സർ, എന്റെ സീറ്റ്. ഓ, ശാലിനിക്ക് തിടുക്കമായല്ലേ? എല്ലാ സ്റ്റാഫും ഇങ്ങനെ വന്നു കയറിയാലുടൻ സീറ്റ് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടമാണ്. തൽക്കാലം താൻ അവിടെ ഇരിക്കും. ഹെഡ് ഓഫീസിലേക്ക് ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് അങ്ങനെ അങ്ങ് തുടങ്ങാം. എന്താ ശാലിനി? ശരി സർ. വിത്ത് റെഫറൻസ് ടു യുവർ ലെറ്റർ ഡേറ്റഡ് 20th August 2006. Sir, our new products കുഞ്ഞേ, എന്താ കുഞ്ഞേ ഇത് കഴിക്കാത്തെ? മരുന്ന് കഴിക്കേണ്ടതല്ലേ? വല്ലതും കഴിച്ചാലല്ലേ മരുന്ന് കഴിക്കാൻ പറ്റൂ. എണീറ്റാട്ടെ, നേരെ ഉച്ചയാവുന്നു. എനിക്കൊന്നും വേണ്ട. രാവിലെ കഴിക്കേണ്ട ഗുളിക പോലും ഇതുവരെ കഴിച്ചിട്ടില്ല. വെറും വയറ്റി ഗുളിക കൊടുക്കരുന്ന് ശാലിക്കുഞ്ഞ് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്. ഞാനൊന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? മാധു പൊയ്ക്കോ. ഞാൻ എവിടെ പോവാനാ? വീട്ടിൽ പൊയ്ക്കോ. കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ടോ? ശാലിനി കുഞ്ഞ് വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആരോടാ കുഞ്ഞെ ഈ വാശി? ശാലിനി കുഞ്ഞിന് ഏത് നേരവും കുഞ്ഞിന്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റുമോ? ജോലിക്ക് പോണ്ടേ? കുഞ്ഞെ, കുറച്ചു നാളും കൂടി ഇതൊക്കെ സഹിച്ചേ പറ്റൂ. കുഞ്ഞ് ഓടിച്ചാടി നടക്കുന്നത് കാണാൻ വേണ്ടിയാ ശാലുക്കുഞ്ഞ് ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. അതിനിടയിൽ കുഞ്ഞിങ്ങനെ മരുന്ന് കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? ദൈവത്തെ വിചാരിച്ച് മരുന്ന് മുടക്കല്ലേ കുഞ്ഞെ. കുഞ്ഞൊന്ന് എണീറ്റേ. ദേ, ഇത് കഴിച്ചേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? എന്തെങ്കിലും കഴിക്കാതെ എങ്ങനെയാ കുഞ്ഞെ? കുറച്ച് വിഷം വാങ്ങിച്ചോണ്ട് വാ, ഞാൻ കഴിച്ചോളാം. കുഞ്ഞെ, അതോടെ ശല്യം തീരുമല്ലോ. എന്തിനാ കുഞ്ഞെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ദേ, ഞാൻ ചാരി ഇരുത്താം. എന്നിട്ട് എല്ലാ അവന്മാരുടെ കെട്ടി എഴുന്നള്ളിച്ചോടി. ഞാനൊന്നും പറഞ്ഞില്ല. ആർക്കറിയാം, നിന്നെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നാ വിശ്വസിക്കണ്ട. എടി, എന്നെ നിനക്ക് അറിയില്ലാന്നങ്ങ് പറഞ്ഞ പോരായിരുന്നോ? കള്ളം പറയാൻ എനിക്കപ്പോ തോന്നിയില്ല. അപ്പൊ എല്ലാം വിളിച്ചു പറഞ്ഞു. ധനപാലിട്ട് എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? കുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്ന എവിടാന്ന് അറിയാവോന്ന് എന്നോട് ചോദിച്ചു. അറിയില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതായത് കുട്ടിയെ ഒളിപ്പിച്ചിട്ടില്ല എന്നല്ല, നിനക്കത് അറിയില്ല എന്ന് മാത്രമേ നീ പറഞ്ഞുള്ളൂ അല്ലേ? അതിനർത്ഥം ഞാൻ കുട്ടിയെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിനക്കത് അറിയില്ല എന്നല്ലേ? ധനപാലിട്ട് ഇങ്ങനെയൊക്കെ കിഴിഞ്ഞ് ചിന്തിക്കുന്ന എന്തിനാ? അവന്മാരെ കിഴിഞ്ഞ് ചിന്തിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, അവന്മാരിനി എന്തൊക്കെ പുലിവാല ഉണ്ടാക്കാൻ പോകുന്ന ആർക്കറിയാം? നിന്റെ വായിന്ന് അനാവശ്യമായി വല്ലതും വീണിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ നിനക്കെന്നെ. ഞാൻ ധനപാലേട്ടന് ദോഷം വരുന്ന എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാടി ആരാ ഏതാ എന്നറിയാത്ത ഏതെങ്കിലും അവന്മാരെ പിടിച്ചിരുത്തി നീ സൽക്കരിക്കുന്നത്? ഞാൻ ആരെ സൽക്കരിച്ചിട്ടില്ല. ഇല്ലേ? എന്നിട്ടാണോടി ഇത്? ഒരു കാര്യം ചെയ്യ്, പുറത്തോട്ടിറങ്ങി നാലാളുകൾക്ക് ഉച്ചത്തിൽ ഞാൻ നിന്റെ കെട്ടിയോനാണെന്നോട് വിളിച്ചു പറയേ. വേണമെങ്കിൽ ഒരു മൈക്കും കൂടെ എടുത്തോ. അവന്മാരൊക്കെ ഇനി എന്തിനുള്ള പുറപ്പാടാണെന്ന് ആർക്കറിയാം?
ശ്യാമേട്ടാ, നീ എന്താ ചാലു ഇവിടെ എവിടെ പോയിട്ട് വരിക? എനിക്കൊരു ജോലി കിട്ടി ശ്യാമേട്ടാ. ജോലിയോ? എവിടെ? അത് ഗിരിയേട്ടൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നിടത്താ, A&S ഗ്രൂപ്പിൽ. ഗിരിയേട്ടന്റെ പോസ്റ്റ് തന്നെയാ. ഗിരിയേട്ടൻ റിക്കവർ ചെയ്യുന്നവരേ ഉള്ളൂ. അതിന് നിനക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഗിരിയുടെ പോസ്റ്റില്? അല്ല, ഗിരിയേട്ടന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത്, അക്കൗണ്ട് സെക്ഷനിൽ. അതോ അറ്റൻഡർ സെക്ഷനിലോ? ഇതിന് നിന്റെ ഹസ്ബൻഡിന് യാതൊരു ദുരഭിമാനവും ഇല്ലല്ലോ അല്ലേ? ഭാര്യ മറ്റുള്ളവരുടെ ആട്ടുതുപ്പം കേൾക്കുന്നത് വലിയ അഭിമാനമാണല്ലോ. ഗിരിയേട്ടൻ ഒരുപാട് എതിർത്ത ശ്യാമേട്ട, എന്റെ നിർബന്ധം കൊണ്ട് മാത്രം. ആയിക്കോട്ടെ, അംഗീകരിക്കാതിരിക്കാൻ അവനും വേറെ മാർഗമൊന്നുമില്ലല്ലോ. എന്നോടുള്ള വാശി തീർക്കുക. ശ്യാമേട്ട, മോളെ കുറിച്ച് എന്തെങ്കിലും? ദിവസം എത്ര കഴിഞ്ഞു, ഇതുവരെ ഒരു വിവരം കിട്ടിയില്ല ശ്യാമേട്ട. കിട്ടി, ആ അയ്യരുടെ കസ്റ്റഡിയിലാ. അയ്യരുടെ കസ്റ്റഡിയിലോ? അതെ. പിന്നെ തൽക്കാലം നീ ഇതാരോടും പറയണ്ട, പുറത്തെറിഞ്ഞ ആപത്താ. മോളെ അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തേണ്ട ശ്യാമേട്ട. ശ്യാമേട്ട ഇതെങ്ങനെ അറിഞ്ഞത്? അയാൾ തന്നെ ശാലു എന്നെ വിളിച്ചു പറഞ്ഞത്. മോളുടെ ശബ്ദവും കേൾപ്പിച്ചു. ഡിമാൻഡ് എന്താണെന്ന് മാത്രം പറഞ്ഞില്ല, പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. അയാളുടെ ആവശ്യം പണം തന്നെയോ? മുൻപ് ഇയാൾ ഇതിന്റെ പേരും പറഞ്ഞ് കുറെ നടന്നിട്ടുള്ളതല്ലേ? നമ്മളെയൊക്കെ വിടാതെ പിന്തുടർന്നതല്ലേ? കുഞ്ഞിനെ അയാൾ ഉപദ്രവിക്കുമായിട്ട് ചെയ്യൂ ശ്യാമേട്ട? എനിക്കറിയില്ല ശാലു, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപം കിട്ടുന്നില്ല. പാവം കുഞ്ഞ്, അവളുടെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും എന്തോ. സ്നേഹമോളെ, മോളെ, എന്റെ കർത്താവേ, ഈ കുഞ്ഞിനൊന്നും വരുത്തരുതേ. എന്താ? ആ കുട്ടിക്ക് തീരെ സുഖമില്ല ഭായി. നീ ഒരു ശബ്ദം കേട്ടായിരുന്നു? ഇല്ല. എന്തോ ഒരു ശബ്ദം.
ആ റീത്ത, നീ എന്താ പറഞ്ഞത്? കുട്ടിക്ക് എന്താ? നന്നായി പനിക്കുന്നുണ്ട് ഭായി. മരുന്ന് കൊടുത്തില്ലേ? കൊടുത്തു, പക്ഷെ ഒരു കുറവുമില്ല. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നമ്മളെ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആവില്ലേ ഭായി? ഇല്ല, ഒരിക്കലും വെറുതെ ആവില്ല. കുട്ടി മരിച്ചാലും അയ്യർക്ക് ലക്ഷങ്ങൾ കിട്ടും. അത്ര പെട്ടെന്നങ്ങ് മരിക്കാനും പാടില്ല. തൽക്കാലം ഈ ഗുളി കൊടുക്കും. ഇനിയും വല്ല മെഡിസിൻസ് കിട്ടുമെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. വേഗം വരണേ ഭായി. ആ വന്നോ എന്റെ കുഞ്ഞ്? എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. എന്താ മധു, എന്ത് പറ്റി? കുഞ്ഞിതേ ഈ നിമിഷം വരെ പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല. എന്തെങ്കിലും പറയാൻ ചെന്നാ കടിച്ചു കീറാൻ വരിക. അപ്പോ മരുന്നൊന്നും കഴിച്ചില്ലേ മധു? അതെങ്ങനെയാ? ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ടേ മരുന്ന് കൊടുക്കാൻ? ഇച്ചിരി വിഷം വല്ലതും കിട്ടുമെന്നാ എന്നോട് ചോദിച്ചത്. മോനോ മധു? പാവം, സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതലേ അമ്മയെ ചോദിച്ചോണ്ട് നടക്കുക. മുറിയിലെല്ലാം കേറി ഇറങ്ങി നടക്കായിരുന്നു. ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞാ വല്ലതും ഇച്ചിരി കഴിപ്പിച്ചത്. പാലും കാച്ചി കൊടുത്തു. എന്നിട്ട് അവൻ എന്തി മധു? റോഡിലോട്ട് നോക്കി ആ പടിക്ക് തന്നെ ഇരിക്കായിരുന്നു. പിന്നെ കുറെ നേരം ഗിരിക്കുഞ്ഞിന്റെ അടുത്ത് പോയിരുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോ രണ്ടാളും നല്ല ഉറക്കം. മോനെ ഞാനെടുത്ത് അപ്പുറത്തെ മുറി കിടത്തിയിട്ടുണ്ട്. പാവം, ആ കുഞ്ഞിന്റെ ഒരു വിധി.